ഞാൻ കാര്യം പറയൂ. സത്യത്തിലേ അവര് ഇന്ദ്രനെ പറ്റിച്ച ഒരു അടിമയെ പോലെ പണിയെടുപ്പിക്കുകയായിരുന്നു. ഇത്രയും വർഷം അവരും അവരുടെ മക്കളും ഇന്ദ്രന്റെ ചെലവിൽ സൂചിച്ചങ്ങ് ജീവിച്ചില്ലേ? ഇപ്പൊ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞപ്പോ അവര് കറിവേപ്പില പോലെ എടുത്ത് അങ്ങ് കളഞ്ഞു. അതാണ് സംഭവം. ഇനി ഒരു വാക്കുകൂടി എന്റെ അമ്മയെ പറ്റി മോശമായിട്ട് പറഞ്ഞാ അടിച്ച പല്ല് താഴെയിടും. മനസ്സിലായല്ലോ? ഇന്ദ്ര, ഞാൻ നീ ചൂടാവല്ലേ? ധനേട്ടൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ പത്ര തെറ്റ്? ഇത്രയ്ക്ക് പൊള്ളനായിട്ടേ അവര് പിന്നെ അമ്മയൊന്നും അല്ലല്ലോ, ഏതോ ഒരു സ്ത്രീ. അങ്ങനെ അങ്ങോട്ട് കണ്ടേച്ചാ മതി. ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങണം. ഇന്ദ്ര, ഞാൻ തന്നോട് ഇറങ്ങി പോരാ പറഞ്ഞ കണ്ണാ. ഇവരെ പിടിച്ച് ഇറക്കി വിട്, ഇല്ലെങ്കിൽ ഇവന്റെ കാരണം ഞാൻ അടിച്ചു പിടിക്കും. പേടിച്ച് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനങ്ങ് പൊക്കോളാം. അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. പിന്നെ നീ വരുന്നുണ്ടാ? ഞാൻ പോവാ. ഞാൻ വന്നോളാം. എനിക്ക് ഇവരോട് മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടുന്ന് കിട്ടിയോടോ തനിക്ക് ഇവനെയൊക്കെ? എന്റെ പൊന്നോ, ഒരു അബദ്ധം പറ്റിപ്പോയി. നീ അത് വിട്ടേക്ക്. ഞാൻ ആ പുള്ളിയുടെ വണ്ടിയിലാ വന്നത്. ഞാൻ ചെല്ലട്ടെ. നമുക്ക് പിന്നെ കാണാം. മോശം പിടിക്കുന്നത്